പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രഭാഷക വചനം 50:22 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക. എന്തെന്നാൽ അവിടുന്ന് ജനനം മുതൽ നമ്മെ ഉയർത്തുകയും കാരുണ്യപൂർവ്വം നമ്മോട് വർത്തിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് നമ്മെ സഹായിക്കുന്നത് ഷാലോമിൻ്റെ പ്ലാനിംഗ് ആൻഡ് ഔട്ട്റീച്ച് മിനിസ്ട്രിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ശ്രീ ഡൊമിനിക് സാവിയോയാണ്. അദ്ദേഹത്തോട് ചേർന്ന് കർത്താവിനെ നമുക്ക് വലിയ സന്തോഷത്തോടെ നമ്മെ നയിക്കുന്ന ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വീണ്ടും ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ കർത്താവ് നമുക്കൊരു അവസരം നൽകിയിരിക്കുകയാണ്. ഹൃദയം കൊണ്ട് ഒരു ആരാധനയ്ക്കായിട്ട് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒരുപക്ഷെ കർത്താവിന് മുമ്പിൽ ആരാധനയ്ക്കായിട്ട് നാം കടന്നു വരുന്നത് സ്നേഹം നിഷേധിക്കപ്പെട്ടതിൻ്റെയും ലഭിക്കാത്തതിൻ്റെയും ഒക്കെ ഒരുപാട് നൊമ്പരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ യെശയ്യാ പ്രവചനം 54:10 തിരുവചനങ്ങളിലൂടെ അവിടുന്ന് നമ്മോട് ഇപ്രകാരം അരുളി ചെയ്യുകയാണ്: മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എങ്കിലും എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം ഭവിക്കുകയില്ല. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ എന്തൊക്കെ തകർച്ചകളുണ്ടെങ്കിൽ തന്നെയും, എന്തൊക്കെ വേദനകളുണ്ടെങ്കിൽ തന്നെയും, അചഞ്ചലമായി നമ്മെ പിരിയാത്ത ദൈവത്തിൻ്റെ സ്നേഹം അതനുഭവിച്ചറിഞ്ഞ് ജീവിക്കുവാൻ സാധിക്കുമ്പോൾ ഈ ലോകത്ത് ഒരു ശക്തിക്കും നമ്മെ തകർക്കുവാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇന്ന് ഈ ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നൊമ്പരങ്ങളും തകർച്ചകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. നമുക്കറിയാം, വിശുദ്ധ പത്രോസ് ശ്ലീഹ യേശുവിൻ്റെ കൂടെ 3 വർഷം നടന്നവനാണ്. എന്നാൽ യേശു പീഡാസഹനത്തിലേക്ക് പോകുന്ന സമയങ്ങളിൽ ഒരു പെണ്ണിൻ്റെ മുമ്പിൽ, ഒരു സ്ത്രീയുടെ മുമ്പിൽ യേശുവിനെ അറിയില്ല എന്ന് അവൻ തള്ളിപ്പറഞ്ഞവനാണ്. എന്നാൽ പത്രോസ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ പത്രോസ് ശ്ലീഹയുടെ ലേഖനം 4:12 ഇപ്രകാരം എഴുതി ചേർത്തു: പീഡ സഹിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കണമെന്ന്. നിങ്ങളെ അപ്രതീക്ഷിതമായി നിങ്ങളെ തളർത്തുന്ന മറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്, മറിച്ച് ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുവിനെന്ന് പത്രോസ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചകളിലും ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ഈ ആരാധനയിൽ നമ്മുടെ ജീവിതങ്ങളെ മുഴുവനും ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളുടെ നടുവിലും സന്തോഷങ്ങളുടെ നടുവിലും എല്ലാം നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ എളുപ്പമാണ്. എന്നാൽ ജീവിതത്തിന്റെ തകർച്ചകളുടെ നടുവിലും ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. വലതുകരം ഉയർത്തിക്കൊണ്ട് എല്ലാവരും ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് വിശ്വാസത്തോടെ നമ്മെ പിരിയാതെ നിൽക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഒന്ന് ഓർത്തുകൊണ്ട് വലതുകരം ഉയർത്തിക്കൊണ്ട് ദൈവത്തിന്റെ മുഖത്ത് നോക്കിക്കൊണ്ടെന്ന് പറയാം: മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാലും ദൈവത്തിന്റെ സ്നേഹം എന്നെ ഒരിക്കലും പിരിയുകയില്ല. അവിടുന്ന് എന്റെ കൂടെയുള്ളതിനാൽ ഏത് തകർച്ചയിലും ഞാൻ ദൈവത്തോടൊത്ത് ആനന്ദിക്കും. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, പുഞ്ചിരിയോടെ ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തകർച്ചകളെയും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഗാനത്തോട് ചേർന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുക. ഒരു മുഴുവൻ ആരാധനയ്ക്കായി നിങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകൾ, ഒരുപക്ഷെ സാമ്പത്തികമായി അങ്ങേയറ്റം തകർക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം നീ, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായ രീതിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം.
ജോലി നഷ്ടപ്പെട്ടതിന്റെ വേദനകളുമായിട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. പ്രിയ സഹോദര സഹോദരി, കർത്താവ് നിന്നോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ സ്തുതിക്കണം. പൗലോസ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരെ മാറും. എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. അതാണ് യേശുക്രിസ്തു നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് തളർന്നിരിക്കുവാനല്ല, പ്രശ്നങ്ങളിലേക്ക് നോക്കി തളർന്നിരിക്കുവാനല്ല, നിന്റെ തകർച്ചകളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുവാൻ വേണ്ടി ദൈവം ഈ രാത്രിയിൽ ആവശ്യപ്പെടുകയാണ്. അതിന് തയ്യാറുണ്ടോ? പ്രിയപ്പെട്ടവർ, രണ്ട് കരങ്ങളെയും കർത്താവിന്റെ പക്കലേക്ക് യാചനയോടെ ഉയർത്തിപ്പിടിക്കുക. നിങ്ങളുടെ ജീവിതങ്ങൾ സമർപ്പിക്കുന്നതിന് പ്രതീകമാണ്. നിങ്ങളുടെ കരങ്ങൾ സർവശക്തനായ ദൈവത്തിന്റെ പക്കലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? അതെ, അവൻ നമ്മെ നോക്കുകയാണ്. നിന്റെ മനസ്സിന്റെ ഭാരങ്ങൾ അവിടുന്ന് കാണുന്നുണ്ട്. നീ ഏത് അവസ്ഥയിലാണ് തകർക്കപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്നത് കർത്താവ് കാണുന്നുണ്ട്. നിന്റെ തകർച്ചകളെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? നിന്റെ ഉയർച്ചകളെയും സൗഭാഗ്യങ്ങളോടും ഒപ്പം നിന്റെ ജീവിതത്തിന്റെ എല്ലാ സമസ്ത കാര്യങ്ങളെയും ദൈവകാര്യങ്ങളും ഉയർത്താമോ? നിന്നെ പൂർണ്ണമായും ഒന്ന് സമർപ്പിച്ച് ജീവിതം മുഴുവനും യേശുവിനായി കൊടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്വതന്ത്രമായി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. എല്ലാവരും കണ്ണുകൾ അടച്ച് ആരാധിക്കുന്നു. ദൈവമേ, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കണ്ണുകളടച്ച് ഈ ഗാനത്തിന്റെ ഈരടികളോട് ചേർന്നുകൊണ്ട് നല്ലൊരു ആരാധനയ്ക്കായി നമുക്ക് കടന്നു വരാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളെയും നമുക്ക് ഈ സമയങ്ങളും ഓർക്കാം. ഒരുപക്ഷെ സമ്പത്തിന്റെ ആധിക്യം നിന്റെ ജീവിതം ഉണ്ടാകും, ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകാം. എന്നാൽ അതോടൊപ്പം നിന്റെ ജീവിതത്തിന്റെ തകർച്ചകള് ഈ രാത്രിയിൽ നീ ഒന്ന് ചേർത്ത് വെച്ചൊന്ന് ആരാധിക്കാമോ? നിശ്ചയമായും അവൻ അത് സ്വീകരിക്കും. നിങ്ങളെ അപ്രതീക്ഷിതമായി നിങ്ങളെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. വിശുദ്ധ പത്രോസിലേക്ക് നമ്മെ പഠിപ്പിക്കുക, ക്രിസ്തുവിന്റെ പീഡകളിൽ പങ്കുകാരാതിൽ നിങ്ങൾ സന്തോഷിക്കും. പ്രിയപ്പെട്ട നിങ്ങളുടെ തകർച്ചകൾ, സാമ്പത്തിക തകർച്ചകൾ ഈ ആരാധന ഒന്ന് ചേർത്ത് വെക്കാമോ? ഈരടികളോടൊന്ന് ചേർന്ന് പാടാമോ? ദൈവമേ, എൻ്റെ കുടുംബത്തിന്റെ തകർച്ചകളെ ഒന്ന് ചേർത്ത് വെക്കാമോ? ഒന്ന് ഹൃദയം ചേർത്ത് വെച്ച് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ഈ ആരാധനയിൽ ഇതൊരു പ്രതാപിലായി മാറാതെ ഈ സമയം ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് ദൈവത്തിന്റെ കൃപയ്ക്കായി ഹൃദയം തുറന്നു കൊടുത്തുകൊണ്ട് നമുക്ക് ആരാധിക്കാം. കണ്ണുകളടച്ച് ജീവിതത്തിൻ തകർച്ചകളിൽ, എൻ ജീവിതത്തിൻ ഉയർച്ചകളിൽ, എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു, എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എൻ ജീവിതത്തിൻ തകർച്ചകളിൽ, ജീവിതത്തിൻ ഉയർച്ചകളിൽ, എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു, എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു, എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു, എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. പക്കലേക്ക് ഉയർത്തിപ്പിടിക്കാമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകൾ എന്തുമായിക്കൊള്ളട്ടെ, ഉയർച്ചകളോടൊപ്പം സൗഭാഗ്യങ്ങളോടൊപ്പം സമൃദ്ധിയോടൊപ്പം നിന്റെ ജീവിതത്തെ ഒന്ന് ഉയർത്താമോ? തമ്പുരാന്റെ പക്കലേക്ക് കരങ്ങൾ ഒന്ന് ഉയർത്തിക്കൊണ്ട് യേശുവേ എന്നുള്ള നാമം ഒന്ന് വിളിച്ചുകൊണ്ട് കർത്താവേ നീ എന്നെ സ്പർശിക്കണമേ എന്ന ആഗ്രഹത്തോടെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുത്തുകൊണ്ടൊന്ന് ചോദിക്കാമോ? യേശുവിന്റെ നാമത്തെ ഒന്ന് വിളിക്കാമോ? നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി തകർക്കപ്പെട്ടവനായ കർത്താവ് പറയുക, നിന്റെ തകർച്ചകൾ എൻ്റെ തകർച്ചകളാണ്, നിന്റെ വേദനകൾ എൻ്റെ വേദനകളാണ്.
നീ അത് ചുമന്നും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നിന്റെ ഭാരം എന്നെ ഏൽപ്പിക്കുക. ഞാൻ നിന്റെ കാര്യങ്ങൾ ശ്രദ്ധാലുവാണ്. യേശുവിനെ ആരാധിക്കുമോ? യേശുവെ ആരാധന, 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 ആരാധന. ദൈവമേ, നന്ദി, ദൈവമേ, സ്തുതി, ആരാധന, ആരാധന. കരങ്ങൾ താത്തി ജീവിതത്തിൻ രോഗങ്ങളിൽ എല്ലാ രോഗങ്ങളും കൊടുക്കാമോ? ജീവിതത്തിൻ പാടാമോ? സൗഖ്യത്തിലും എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എൻ ജീവിതത്തിൻ പാടാമോ? രോഗങ്ങളിൽ സൗഖ്യത്തിലും എൻ ജീവിതത്തിൻ സൗഖ്യത്തിലും എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. പാടാമോ? എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. പാടാമോ? ഹല്ലേലൂയ. ഹൃദയമുയർത്തി കരങ്ങൾ രണ്ടും ഉയർത്തിക്കൊണ്ടെന്ന് ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ രോഗികളും സ്തുതിക്കട്ടെ. എല്ലാ രോഗികളും സ്തുതിക്കട്ടെ. എല്ലാ കിടപ്പ് രോഗികളും സ്തുതിക്കട്ടെ. ക്യാൻസർ രോഗികൾ സ്തുതിക്കട്ടെ. എല്ലാ രോഗികളും കർത്താവിനെ സ്തുതിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്റെ രോഗാവസ്ഥയിലേക്ക് നോക്കി തളർന്നിരിക്കാതെ സർവശക്തനായ ദൈവത്തിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ ഉയർത്തി സ്വരം ഉയർത്തിക്കൊണ്ട് നാഥായ എന്നെ നീ ഒന്ന് തൊടണമേ എന്നുള്ള ആഗ്രഹത്തോടെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സങ്കടങ്ങൾ കാണുന്ന ദൈവം, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവം, നിന്റെ തകർച്ചകളെ ഓർത്ത് സ്തുതിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ കോട്ടങ്ങളെയും എല്ലാ നേട്ടങ്ങളും അവിടുന്ന് അറിയുന്നുണ്ട്. അവിടുത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നവരായി മാറണം. നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളെ ഓർത്ത് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഞാൻ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, നന്മ പ്രവർത്തികൾ ചെയ്യുന്നു, എന്നിട്ട് എന്തുകൊണ്ടും എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു എന്നോർത്ത് പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ പരാതി പറഞ്ഞ വ്യക്തിയാണോ? എന്നാൽ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ആ ദൈവഹിതത്തിന് വിരുദ്ധമാണ്. എന്നാൽ നീ നിന്റെ തകർച്ചകളെ ഓർത്ത്, കോട്ടങ്ങളെ ഓർത്ത്, നിന്റെ ദാമ്പത്യ ജീവിതത്തിലെ തകർച്ചകളെ ഓർത്ത്, കടക്കണിയെ ഓർത്ത്, മക്കളുടെ പെരുമാറ്റ വൈകല്യങ്ങളെ ഓർത്ത്, ജീവിത പങ്കാളിയുടെ സ്വഭാവ ദൂഷ്യങ്ങളെ ഓർത്ത് നീ എന്തെങ്കിലും നാഥനെ സ്തുതിച്ചിട്ടുണ്ടോ? അതെ, നിന്റെ കരങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് ഒന്ന് ഉയർത്താമോ? രണ്ട് കരങ്ങളും യേശുവിന്റെ പക്കലേക്ക് ഒന്ന് ഉയർത്താമോ? നിന്റെ ജീവിതത്തിന്റെ പരാതികളൊന്ന് നിർത്തുക. ജോബ് പ്രാർത്ഥിച്ചതുപോലെ ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവം തരാത്തതായിട്ട് നമുക്കൊന്നുമില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ ആരാധിക്കണം. അവന്റെ പക്കലേക്ക് ജീവിതത്തെ ഒന്ന് കൊടുക്കാമോ? സങ്കടങ്ങളെ ഒന്ന് കൊടുക്കാമോ? നാഥനെ ഒന്ന് വിളിക്കാമോ? ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിന്റെ കുടുംബങ്ങളിൽ ഇരുന്നുകൊണ്ട്, നീ ഇരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് നിന്റെ ദൈവത്തെ ഇപ്പോൾ ഒന്ന് വിളിക്കാമോ? നിന്റെ ദൈവം നിന്റെ അടുത്തുണ്ട്. യേശു നിന്റെ അടുത്തുണ്ട്. നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടവൻ, നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചവൻ, നിനക്ക് വേണ്ടി മൃതിയടഞ്ഞവൻ, നിനക്ക് വേണ്ടി കാൽവരി കുരിശിൽ യാഗമായവൻ, കല്ലറകളെ ഭേദിച്ച് ഉദ്ധാനം ചെയ്തവൻ, അവൻ നിന്റെ അടുത്തുണ്ട്. കരങ്ങളൊന്ന് ഉയർത്താമോ? കണ്ണുകളൊന്ന് അടയ്ക്കാമോ? യേശുവിനെ ഒന്ന് വിളിക്കാമോ? യേശുവേ, യേശുവേ. അതരം തുറന്നുകൊണ്ട് എല്ലാ മക്കളും, എല്ലാവരും ചെറിയവരും വലിയവരും എല്ലാം യേശുവേ എന്ന് വിളിച്ചേ മക്കളെ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ രണ്ട് മാറോട് ചേർത്ത് പിടിക്കാം.
നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വേദനിക്കുന്ന അനുഭവങ്ങളെയും നമ്മുടെ കരങ്ങൾ ചേർത്ത് പിടിച്ച്, നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച കരങ്ങൾ ദൈവത്തിന്റെ പക്കലേക്ക് ഒന്ന് കൊടുക്കാം. ദൈവമേ, എൻ്റെ ഹൃദയത്തിന്റെ വേദനകൾ നീ കാണണമേ. നാളുകളായി ഞാൻ രോഗിയാണ്, നാളുകളായി സമാധാനം എനിക്കില്ല. എന്നാൽ ഈ ആരാധനയോട് ചേർത്ത് ലക്ഷക്കണക്കിന് മക്കൾ ദൈവത്തെ വിളിക്കുമ്പോൾ ഞാനും എൻ്റെ കുടുംബം ഇതാ ഈ രാത്രിയിൽ ഇരുന്ന് നിന്നെ വിളിക്കുന്നു. ദൈവമേ, നീ എന്നെ സ്പർശിക്കണമേ എന്നുള്ള ബോധ്യത്തോടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കോട്ടങ്ങളെയും എല്ലാ നേട്ടങ്ങളെയും യേശുവിന്റെ പക്കലേക്ക് ഉയർത്താമോ? കണ്ണുകളൊന്ന് അടച്ചു പിടിക്കാമോ? കരങ്ങൾ മാറോടൊന്ന് മുറുകെ ചേർത്ത് പിടിക്കാമോ? എന്നിട്ട് പറയാ, യേശുവിനെ കണ്ടുകൊണ്ട് ഈ വരികളോട് ചേർന്ന് പാടിക്കേ. ജീവിതത്തിൻ കൂട്ടങ്ങളിൽ എൻ ജീവിതത്തിൻ നേട്ടങ്ങളിൽ എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു, എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എൻ ജീവിതത്തിൻ കോട്ടങ്ങളിൽ ജീവിതത്തിൻ നേട്ടങ്ങളിൽ എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു, എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു, എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു, എൻ നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, 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 പാടാമോ? ഹല്ലേലൂയ, 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 എല്ലാവരും ഹല്ലേലൂയ, അതർ തുറന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവിനെ നന്ദി. യേശുവേ നന്ദി, കരങ്ങൾ താത്തി യേശുവേ നന്ദി, യേശുവേ കണ്ണുകളടച്ച് യേശുവേ നന്ദി, വിളിക്കാമോ? യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ആരാധന
നടുവിൽ ആരാധിക്കട്ടെ. എല്ലാ ദൈവമക്കളും ആരാധിക്കട്ടെ. യേശുവിനെ കണ്ട് ആരാധിക്കട്ടെ. സ്വതന്ത്രമായി സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സർവശക്തിയോടെ നിന്റെ ദൈവത്തെ ഒന്ന് വിളിച്ച് അപ്പച്ചാ എന്റെ യേശുവേ ഒന്ന് ചങ്കു വെട്ടി വിളിച്ചേ മക്കളെ. നിന്റെ തകർച്ചകളെ തീർത്തിക്കേ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ കരങ്ങൾ രണ്ടും നെഞ്ചോടൊന്ന് ചേർത്ത് പിടിക്കുക. ഈ ആരാധനയോട് ചേർത്ത് വെച്ചുകൊണ്ട് നിന്റെ തകർച്ചകളെല്ലാം ഒരിക്കൽ കൂടി സമർപ്പിക്കാമോ? നീ അങ്ങേയറ്റം തകർക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. ഈ നാളുകളായി ഈ തകർച്ചകളെ ഓർത്ത് നീ പരാതി പറഞ്ഞ് ജീവിതം നരകതുല്യമായ അവസ്ഥയിലായിരിക്കാം. എന്നാൽ നിന്റെ രണ്ട് കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഈ രാത്രിയിൽ നീ ഏത് ദുഃഖിലാണെങ്കിലും ഏത് മൂലയിലാണെങ്കിലും നിന്റെ ജീവിതത്തിന് പ്രകാശം നൽകാൻ കഴിവുള്ളവൻ, നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടവനായ ക്രിസ്തു, അവന്റെ ആത്മാവ് പത്രോസിൽ നിറഞ്ഞപ്പോൾ ഒരു പെണ്ണിന്റെ മുമ്പിൽ തള്ളി പറഞ്ഞവൻ, അതെ അവൻ തന്റെ പീഡകളെ ഓർത്ത് യേശുവിന്റെ സ്നേഹത്തെ പ്രതി മരിക്കുവാൻ തക്ക തരത്തിൽ അവന്റെ ജീവിതത്തെ കർത്താവ് മാറ്റി. നിന്റെ ജീവിതത്തെ എന്റെ പരാതികളൊന്ന് ഉയർത്തിപ്പിടിക്കാം. നിന്റെ തകർന്ന ദാമ്പത്യ ജീവിതത്തെ ദൈവകരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. നിന്റെ മക്കളുടെ വഴിതെറ്റ ജീവിതത്തെ ഉയർത്തിപ്പിടിക്കാം. നിന്റെ സമാധാനമില്ലാത്ത അവസ്ഥയൊന്ന് കൊടുക്കാമോ? ജോലിയില്ലാത്ത അവസ്ഥയൊന്ന് കൊടുക്കാമോ? മക്കളില്ലാത്ത അവസ്ഥയൊന്ന് കൊടുക്കാമോ? വിവാഹം നടക്കാത്ത അവസ്ഥയൊന്ന് കൊടുക്കാമോ? നിന്റെ ജീവിതത്തിലെ എല്ലാ തകർച്ചകളെയും രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുക. രണ്ട് കരങ്ങളിലൊന്ന് ഉയർത്തിപ്പിടിക്കുക. ഇന്നതിന് കർത്താവേ ഈ രാത്രി നീ എന്നെ സന്ദർശിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാവരും ഹല്ലേലൂയ പാടിക്കൊണ്ട് ഈ ഈരടികളോട് ചേർന്നുകൊണ്ട് ആത്മാവിൽ സ്വതന്ത്രമായി നമ്മുടെ ഭാഷാപരമുള്ളവര് ഭാഷാപരത്തിൽ ദൈവത്തെ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എവിടെയാണ് നിങ്ങൾ നോക്കരുത്. നിങ്ങളുടെ ഭവനം ഒരു ദൈവാലയമായി മാറട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി വരട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. പരിശുദ്ധമായ കുടുംബങ്ങളെ കടന്നു വരട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ചിടുന്നു. കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എല്ലാ വേദനകളെയും ഉയർത്തി എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. എന്നാഥനെ ഞാൻ സ്തുതിച്ചിടുന്നു. സ്തുതിക്കാമോ? ഒരു ദേവാലയമാക്കി മാട്ടെ. ദൈവ സ്തുതിപ്പ് കൊണ്ട് നിന്റെ കുടുംബങ്ങൾ നിറയട്ടെ. ദൈവത്തെ സ്തുതിക്കാൻ ലജ്ജിക്കരുത്. യേശുവിന്റെ നാമത്തെ വിളിക്കാൻ നീ ലജ്ജിക്കരുത്. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഏക ഉത്തരം യേശുവാ. യേശുവാ. അവനെ സ്തുതിക്ക മക്കളെ. യേശുവേ. യേശുവേ നാഥാ കണ്ണീർ തുടയ്ക്കാൻ ആരോധന ചേർക്കാൻ നീ മാത്രമുള്ളൂ. യേശുവേ നാഥാ മുഴു ഹൃദയത്തോടെ നന്ദി പറയാം. ഇനി ഞാൻ പരാതി പറയില്ല. എല്ലാ തകർച്ചകളെയും ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. ഇനിയുള്ള ജീവിതം പത്രോസ് പറഞ്ഞതുപോലെ പീഡകളിൽ എൻ്റെ കർത്താവിനോട് ഞാൻ സന്തോഷിക്കും. എൻ്റെ പീഡകളിലും എൻ്റെ സങ്കടങ്ങളിലും പ്രിയമുള്ളവരെ കർത്താവിനോടൊന്ന് സന്തോഷിക്കണം ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ,
യേശു നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മ ഒന്നിനെയും ഓർത്ത് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. യേശു നമ്മുടെ കൂടെയുള്ളപ്പോൾ ഏത് പ്രതികൂലങ്ങളിൽ നമുക്ക് ആനന്ദിക്കാൻ പറ്റും. നമുക്കറിയാം, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് മറിയം പറഞ്ഞപ്പോൾ അവളുടെ മുമ്പിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവളുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ പ്രശ്നങ്ങളല്ല നോക്കേണ്ടത്. നമുക്ക് ഈ സമയങ്ങൾ ദൈവത്തോട് ചേർന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ഹൃദയം കൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. അതുകൊണ്ട് വീണ്ടും നമ്മൾ താളമേളങ്ങളോടെ, വളരെ ആഘോഷത്തോടെ, ഉത്സവ ആഘോഷത്തോടെ നമ്മുടെ തമ്പുരാൻ നമ്മൾ കീർത്തനം ആലപിക്കണം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടത്തും വലത്തും നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞ് നാം ദൈവത്തെ ആരാധിക്കണം. ഏത് പ്രതികൂലങ്ങളിൽ നമ്മൾ ആനന്ദത്തോടെ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. തൊട്ടടുത്ത വ്യക്തിയുടെ കൈകളിൽ പിടിച്ചിട്ട് പറഞ്ഞ് ദൈവത്തിന്റെ സ്നേഹം അചഞ്ചലമാണ്, ദൈവത്തിന്റെ സ്നേഹം അചഞ്ചലമാണ്. പ്രിയപ്പെട്ട താളമേളത്തോടെ ഈ പാട്ടുപാടി നൃത്തം ചെയ്ത് ആനന്ദത്തോടെ നമുക്ക് കർത്താവിന് മഹത്വം നൽകാം. ദൈവത്തെ സ്തുതിക്കാൻ ലജ്ജിക്കരുത്, മടിക്കരുത്. നിന്റെ ഇടത്ത് നിൽക്കുന്ന വ്യക്തി ആര്, വലത്ത് നിൽക്കുന്ന വ്യക്തി ആര് നീ നോക്കണ്ട. നീ തമ്പുരാനെയാണ് ആരാധിക്കുക. നിന്റെ ആരാധനകൾക്ക് നിനക്ക് കാല് തന്ന ദൈവം, നിനക്ക് കരങ്ങൾ നൽകിയ ദൈവം, ആ ദൈവത്തിന് കീർത്തനം പാടി സന്തോഷത്തോടെ കർത്താവിന് കീർത്തനം പാടി ആരാധിക്കാം. ഹല്ലേലൂയ. 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 ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് ആനന്ദമുണ്ട്, 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 എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. കഷ്ടതയിൽ ദൈവ കരുതലുണ്ട്, യേശുനാമത്തിൽ പ്രത്യാശയുണ്ട്. രോഗങ്ങൾ വന്നാലും ക്ലേശങ്ങൾ വന്നാലും യേശുവിൻ രക്തത്തിൽ സൗഖ്യമുണ്ട്. പരസ്പരം നോക്കി പുഞ്ചിരിയോടെ
ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. വചനം നൽകുന്ന ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. യേശുനാഥനെ ആരാധിക്കുമ്പോൾ അവൻ എനിക്കായി നൽകുന്ന വിടുതലുണ്ട്. യേശുനാഥനെ ആരാധിക്കുമ്പോൾ അവൻ എനിക്കായി നൽകുന്ന വിടുതലുണ്ട്. ഹല്ലേലൂയ, പാടിയിടും ഞാൻ. ഹല്ലേലൂയ, 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 പാടിയിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ഹല്ലേലൂയ, പാടിയിടും ഞാൻ. ഹല്ലേലൂയ, 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 പാടിയിടും ഞാൻ. ഹല്ലേലൂയ, 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 പാടിയിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളെയും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് യേശുവിനെ വിളിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ വിളിക്കാമോ? യേശുവേ നുള്ളു തുറന്നത് വിളിച്ച്, യേശുവേ എന്റെ ഹൃദയത്തിന്റെ ആനന്ദമേ, നിന്നെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി ദൈവമേ, നന്ദി. നിനക്ക് ആയിരമായിരം നന്ദി. എന്റെ ജീവിതം നൽകിയ എല്ലാ കൃപകൾക്കുമായി നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിക്കാം, നന്ദി പറയാം. ഈ ആരാധനയിൽ മുഴുവൻ ഹൃദയത്തോടെ നാം ചേർത്ത് വെക്കുക, നമ്മുടെ ജീവിതം മുഴുവൻ ചേർത്ത് വെക്കുക. നിശ്ചയമായും അവൻ നമ്മുടെ അടുത്തുണ്ട്. ഈ രാത്രിയിൽ കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. നിന്റെ ഹൃദയം കർത്താവിന് വീണ്ടും കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, മുഴുവൻ ഹൃദയത്തോടെ വീണ്ടും വീണ്ടും നിന്റെ നാളെയുള്ള ജീവിതങ്ങൾ ഒരു ആരാധനയുടെ ജീവിതങ്ങളാക്കി മാറ്റാമോ? നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളും ആനന്ദത്തോടെ നീങ്ങുക. ദൈവത്തോടൊന്ന് ചേർന്ന് നിൽക്കാമോ? അവൻ ഒരിക്കലും നമ്മെ കൈവിടില്ല. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ശാന്തമായിരിക്കാം.